വസീഫ്. നോക്കൂ, വയനാട്ടിലെ പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഇപ്പോൾ NM വിജയന്റെയും മകന്റെ മരണത്തിൽ രണ്ടാം പ്രതിയായിരുന്നു ND അപ്പച്ചൻ. ND അപ്പച്ചൻ ഇന്ന് രാജിവെപ്പിച്ചോ അത് നമുക്കറിയില്ല. അത് അപ്പച്ചൻ പറയട്ടെ എന്ന് KPCC പറയട്ടെ എന്ന് അപ്പച്ചൻ. എന്തായാലും അതങ്ങനെ തുടരുകയാണ്. പക്ഷേ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട സംശയ നിഴലിൽ, ആരോപണ നിഴലിൽ നിൽക്കുന്ന ഒരാൾ മാത്രമല്ല, അതായത് അപ്പച്ചൻ മാത്രമല്ല. ആ വിഷയത്തിൽ ആരോപണത്തിന്റെ മുന നേരെ നീളുന്നത് IC ബാലകൃഷ്ണനിലേക്കാണ്. IC ബാലകൃഷ്ണൻ തുടങ്ങി ND അപ്പച്ചനിലൂടെ തുടർന്ന് വയനാട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം എല്ലാ നേതാക്കളും ആ വിഷയത്തിൽ ഉത്തരവാദികളാണ് എന്നുള്ളതാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അപ്പച്ചന്റെ മാത്രം രാജി, അങ്ങനെ ND അപ്പച്ചനെ കൊണ്ട് രാജിവെപ്പിച്ച് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെ രക്ഷിച്ചെടുക്കുന്ന ഏറ്റവും തന്ത്രപരമായ നടപടിയിലേക്കാണോ ഇപ്പോൾ കോൺഗ്രസ് പോയിട്ടുള്ളത്? ഇവിടെ നേരത്തെ സൂചിപ്പിച്ച NM വിജയൻ്റെ മരുമകൾ, ആ കുടുംബം പറഞ്ഞൊരു വാചകമുണ്ട്: കോൺഗ്രസിൽ നിരപരാധികൾ മരിക്കുന്നു, കള്ളന്മാർ വെള്ളയിട്ട് നടക്കുന്നു എന്നുള്ളത് നമ്മൾ കേട്ടതല്ലേ. എല്ലാ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് ആ DCC ട്രഷററുടെ മകൻ്റെ ഭാര്യ ഗത്യന്തരമില്ലാതെ പറയുകയാണ്. അത് പറയുന്നത് വെറുതെ പറഞ്ഞതാണ് എന്നുള്ള അഭിപ്രായമല്ല നമുക്കുള്ളത്. ഇത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം, KPCCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നാട്ടിൽ കണ്ടതാണ്. 5 പേരാണ് വയനാട്ടിൽ ആത്മഹത്യ ചെയ്തത്, DCCയുടെ ഭാഗമായി ഉന്നത നേതൃത്വമായി നിന്നവർ. ഇപ്പോൾ ഈ അവസാനം ഒരു പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ, DCC നേതാവായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ, ജോസ് നെല്ലേടം, മുള്ളംകൊല്ലി പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജോസ് നെല്ലേടം ഉൾപ്പെടെ മരണപ്പെട്ടു, നമ്മൾ കണ്ടു. ഈ NM വിജയൻ, മകൻ ജിജേഷ്, PV ജോൺ എന്ന് പറയുന്ന DCCയുടെ ജനറൽ സെക്രട്ടറി, പിന്നെ രാജേന്ദ്രൻ പുൽപ്പള്ളി, ജോസ് നെല്ലേടം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ജോസ് നെല്ലേടം, ഇങ്ങനെ കോൺഗ്രസിൻ്റെ 5 നേതാക്കൾ, അതിൽ 4 നേതാക്കളും ഒരാൾ ഇവരുടെ NM വിജയൻ്റെ മകനും. സുഖമില്ലാത്ത തൻ്റെ മകന് മറ്റൊരു മാർഗവുമില്ല എന്ന് കണ്ടിട്ട് അവനെ ഈ നാട്ടിൽ, ഈ ലോകത്ത് ഉപേക്ഷിച്ച് പോകാൻ മനസ്സില്ലാതെ അവനെ കൂടി കൂട്ടിപ്പോകുന്ന ഒരു വല്ലാത്ത കാഴ്ചയുണ്ടല്ലോ. എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഈ കാഴ്ച കണ്ടിരിക്കുന്നത്? കണ്ടിരുന്നു എന്ന് മാത്രമല്ല, എന്നിട്ടും കേരളമാകെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടും എന്താ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങൾ അങ്ങനെ ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതല്ലേ. ആ കുടുംബം വന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഈ ചാനലിൽ തന്നെ ഞാനും നേരത്തെ ചാനലിലെ ആങ്കറൊക്കെ ഇരിക്കുന്ന ചർച്ചയിലല്ലേ അവർ പറഞ്ഞത്, ആ കുടുംബത്തിൽ നിന്ന് പണവുമായി IC ബാലകൃഷ്ണൻ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ എന്ന് പറയല്ലേ. വല്ലതും വിജയേട്ടന് വേണമെങ്കിൽ വിജയേട്ടൻ എടുത്തോ, ബാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു പോലും. എന്നിട്ട് ആ പണവുമായി, ആ പൊതിക്കെട്ടുമായി കടന്നു പോകുന്ന IC ബാലകൃഷ്ണനെക്കുറിച്ച് പറഞ്ഞില്ലേ ഇവർ? എന്നിട്ടും ഒരു മടിയുമില്ലാതെ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ നോക്കി നിൽക്കുക. ഇപ്പോൾ അപ്പച്ചൻ രാജിവെച്ചു എന്ന് പറഞ്ഞു. ഒരു രാജിയിൽ അവസാനിപ്പിക്കേണ്ടതാണോ ഇത്? ഇതുവരെ ഇവർ പറഞ്ഞുകൊണ്ട് ഇരുന്നത് എന്താ? നേരത്തെ ലാൽ സൂചിപ്പിച്ചു, ഗത്യന്തരമില്ലാതെയാണ് ഇവർ പണം കൊടുത്തത്. അത് AICCയോ മറ്റു പലരോ ഒക്കെ ഇടപെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ പണം കൊടുത്തിട്ടുണ്ടാവുക. ഇവർ പറഞ്ഞല്ലോ, KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെ ഒരു കരാറുമില്ല, അങ്ങനെ ഒരു രീതിയുമില്ല, ഞങ്ങളെ കയ്യിൽ പണമൊന്നുമില്ല പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ടും ആ കുടുംബം വന്ന് വീണ്ടും പറഞ്ഞു, ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കും, DCC ആഫീസിന് മുമ്പിൽ, നിങ്ങളുടെ നേതൃത്വത്തിന് മുമ്പിൽ ഞങ്ങൾ ഇരിക്കും എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയെ പോയി കണ്ടു. വലിയ രീതിയിൽ കേരളം ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ ഇവർ പണം കൊടുക്കേണ്ടി വന്നു. അതാ വയനാട്ടിലെ സാഹചര്യം. ഇത് വയനാട്ടിൽ മാത്രമാണോ? കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസ്യതയുള്ള നേതൃത്വമില്ലാത്തവരുടെ കൂട്ടമായി മാറി എന്നല്ലേ കാണേണ്ടത്? ഒരു വിശ്വാസ്യതയുമില്ല, എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കും, അതിനൊരു നേതൃത്വമില്ല. മനുഷ്യർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വമില്ലാത്ത ഒരു സംഘടനയായി കേരളത്തിലെ കോൺഗ്രസ് മാറി എന്നുള്ളതാണ് കാണുന്നത്. ഇത് ഈ ജനം വിലയിരുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കോൺഗ്രസ് ഇപ്പോൾ അപ്പച്ചൻ്റെ രാജിയെ സംബന്ധിച്ച് പറയുന്ന വ്യക്തിപരമായ കാര്യമാണ് എന്നുള്ളതാണ്. അപ്പച്ചൻ മാത്രമല്ലല്ലോ, അവിടെ ഒരു MLA ഇല്ലേ, IC ബാലകൃഷ്ണൻ. ഒരക്ഷരം ഈ നേതൃത്വം പറഞ്ഞോ ഇതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്? എന്തിനാ വയനാട്ടിൽ ഇങ്ങനെ ബാധ്യതയുണ്ടായത്? ഈ NM വിജയൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യത ഇവർ ഏറ്റെടുക്കാൻ നിർബന്ധിതരായത് എന്തുകൊണ്ടാ? അഴിമതി നടത്തിയതാ, കൈക്കൂലി വാങ്ങിയതാ, അതല്ലേ പറഞ്ഞത്? ഇതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ. ഇപ്പം നമുക്കെതിരെ ചാടിക്കളിക്കും, ഒരു പക്ഷേ CPMനെ ആക്ഷേപിക്കും.
പക്ഷെ അങ്ങനെയല്ല ഇതുണ്ടായത്. ഇത് ഇവർ തന്നെ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ കുറിപ്പടിയാണ്. ജോസ് നെല്ലേടത്തിൻ്റെയും മറ്റൊരു കേസാണ്. അങ്ങനെ വയനാട്ടിലും KPCCയും ഒക്കെ ഇങ്ങനെ അഴിമതി, ക്രമക്കേട്, ഗ്രൂപ്പിസം എല്ലാം കൂടി കൊണ്ട് ഇവരങ്ങ് ആകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. ആ ജീർണിച്ച കോൺഗ്രസിൽ നിന്നാണ് ഇപ്പോൾ അപ്പച്ചൻ രാജിവെച്ചത്. അതിനും പല രീതിയിൽ ഇവർ ന്യായീകരിച്ച് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുക. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വം AICC എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് അവരുടെ നേതൃത്വത്തിലുള്ള ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയോ മറ്റോ ഏൽപ്പിച്ചു കൊടുത്ത് ഈ കേരളത്തിലെ കോൺഗ്രസിന് അല്പം രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കണം, വകതിരിവുണ്ടാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.